ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ പല സംസ്ഥാനത്തും കോൺഗ്രസിന്റെ നേതാക്കൾ അടപടലം ബി.ജെ.പിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നതെങ്കിൽ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ഒരു സർക്കാർ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സർക്കാർ തന്നെ ബി.ജെ.പിയിലേക്ക് എത്തുന്ന വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന PTI ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് മറ്റ് സംസ്ഥാനമല്ല, ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരം പിടിച്ച അന്ന് തന്നെ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഏത് നിമിഷവും നിലംപതിക്കും, ബി.ജെ.പി അവിടെ അധികാരത്തിൽ വരുമെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന നീക്കം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 5 MLA-മാർ കോൺഗ്രസിൻ്റെ 5 MLA-മാർ ബി.ജെ.പിക്ക് ഒപ്പം ചേർന്നിരുന്നു. അവർ ഹരിയാനയിലേക്ക് മാറിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത 11 കോൺഗ്രസ് MLA-മാർ ബി.ജെ.പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലേക്ക് എത്തിയിരിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ഒരു ഹോട്ടലിൽ, ഋഷികേശ് ബദ്രീനാഥ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലിലാണ് അവർ എത്തിയിരിക്കുന്നത്. ഈ ഹോട്ടലിന് ചുറ്റും കൂടുതൽ പോലീസുകാരെ ഉത്തരാഖണ്ഡ് സർക്കാർ വിന്യസിച്ചിരിക്കുന്നു. സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ആരെയും, സന്ദർശകരെ പോലും കടത്തിവിടാത്ത രീതിയിൽ പഴുതടച്ച സുരക്ഷ അവിടെ ഒരുക്കിയിരിക്കുന്നു. ഇതിനിടയിൽ 3 സ്വതന്ത്ര MLA-മാരും ഈ ഉത്തരാഖണ്ഡിലുള്ള താജ് ഹോട്ടലിൽ എത്തിയതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ 14 MLA-മാർ. നിലവിലത്തെ ആ ഒരു അംഗബലം 68 അംഗ നിയമസഭയാണ്. 68 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 34 അംഗങ്ങളുണ്ട്. അവരാണ് ഭരിക്കുന്നത്. 28 പേർ ബി.ജെ.പിക്കുണ്ട്. അതായത് 25 ബി.ജെ.പി MLA-മാരും 3 സ്വതന്ത്രന്മാരും അടക്കം. ഇപ്പോൾ ഈ 11 കോൺഗ്രസിൻ്റെ MLA-മാർ കൂടി വരുമ്പോൾ സ്വാഭാവികമായും വളരെ ഈസിയായി ബി.ജെ.പിക്ക് ഭരിക്കാൻ കഴിയും. കാരണം 35 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാൻ കഴിയും. നിലവിൽ 28 സീറ്റുണ്ട്. ആ 28ൻ്റെ കൂടെ 5 MLA-മാർ നേരത്തെ മാറി വന്നതുണ്ട്. അപ്പോൾ 33 സീറ്റിൻ്റെ അംഗബലം. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ അംഗബലം അതിൽ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബി.ജെ.പിക്ക് നിലവിൽ തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 11 MLA-മാർ എത്തുന്നു. കൂടുതൽ MLA-മാർ എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട് തങ്ങളുടെ കൂടുതൽ MLA-മാർ ഒരുപക്ഷെ പോയേക്കാം. അതുകൊണ്ട് ശേഷിക്കുന്ന MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റുന്ന തിരക്കിലാണ് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.